ഹലോ, നമ്മൾ ചെമ്മാപ്പള്ളി തൂക്കുപാലം കണ്ടിട്ടുണ്ടാവും. ചിലവർ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ചിലവർക്ക് അങ്ങനെ അറിയായിരിക്കില്ല. എന്നാലും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അപ്പം ഞാൻ എന്താ എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും ഞാൻ പരിചയപ്പെടുത്താം. ഫേമസ് ആയ സ്പോട്ടാണ് കേട്ടോ ചെമ്മാപ്പള്ളി തൂക്കുപാലം. എല്ലാവർക്കും അറിയായിരിക്കും. സിനിമയുടെ മറ്റേ എന്താണ് ദിലീപിൻ്റെ ഒരു സിനിമയില്ലേ, നാലാമ്പല ദർശനത്തിനൊക്കെ പോണ സിനിമ, ആ സിനിമയിലൊക്കെ ഇത് ഇവിടെ വെച്ചാണ് ഷൂട്ടിങ്ങൊക്കെ നടന്നത്. അങ്ങനെയൊക്കെ അറിയായിരിക്കും. എന്നാലും അങ്ങനെ പ്ലേസ് ഒന്ന് കാണിച്ചു തരുമായിരുന്നേ. അപ്പോൾ ഇവിടെ കുറേ സർവീസുകളുണ്ട്. ഇവിടെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കായാലും എന്താ പറയുക, വലിയവർക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ തൂക്കുപാലം, ഇവിടെ ചെമ്മാപ്പള്ളി പ്ലേസ്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യാം. കൂടുതൽ അതാ ഒരു വണ്ടി ഇങ്ങനെ വരുന്നു കേസ് വെള്ളത്തിൽ. ഇതിനൊക്കെ പൈസ ഉണ്ട്, 50 രൂപ 100 രൂപ വെച്ചിട്ടാണ് പൈസ. അപ്പോൾ നമുക്ക് കൂടുതൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചറിയാം എങ്ങനെയുണ്ട് പ്ലേസ്. ഹലോ, എന്താണ് എത്ര നാളായി ഇവിടെ വർക്ക് ചെയ്യുന്നത്? അതെ, എങ്ങനെയുണ്ട് തൂക്കുപാലം? മെയിൻ ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യണത് ഇപ്പുറത്താണ്. കനോലി ക്രൂയിസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, ബോട്ടുണ്ട്, സോളാർ ബോട്ടുണ്ട്. കേരളത്തിലെ പ്രൈവറ്റ് മേഖലയിൽ ആദ്യത്തെ ബോട്ട് സോളാറിൻ്റെ ഞങ്ങളുടെയാണ്. പിന്നെ ഞങ്ങൾക്ക് ശിക്കാരി ബോട്ടുണ്ട്, അത് ഇതുപോലെ അതാണ്. പിന്നെ പെഡൽ ബോട്ടുണ്ട്, കയാക്കിംഗ് ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എല്ലാവരും കാണാൻ കണ്ട് രസിക്കാനൊക്കെ വന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലമാണിത്. മെയിനായിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പ്ലേസാണിത്. പിന്നെ കയാക്കിങ്ങിന് മെയിനായിട്ട് എല്ലാവരും പോകാനായിട്ട് വരുന്നുണ്ട് ഇവിടെ. ഡബിൾ ഉണ്ട്, സിംഗിൾ ഉണ്ട്, എല്ലാവർക്കും പോകാൻ പറ്റുക. കുട്ടികൾക്കൊക്കെ പോകാം. അങ്ങനെ തിരക്കുണ്ടാവാറുണ്ടല്ലോ? തിരക്കുണ്ട്. സാറ്റർഡേ സൺഡേ ഒക്കെ ഭയങ്കര തിരക്കാണ്. ഓൾമോസ്റ്റ് ഞങ്ങൾ കാലത്ത് 6 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയാണ് ഇവിടെ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്ന ടൈം. എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പെൻസ്? അങ്ങനെ എന്തെങ്കിലും കയാക്കിംഗ് ആണെങ്കിൽ 100 രൂപയാണ് ഒരാൾക്ക്. പെഡ് ഹെഡ് 100 അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ പെഡൽ ബോട്ടിനാണെങ്കിൽ 50 രൂപയുള്ളൂ. കയാക്കിങ് അതുപോലെ തന്നെ പറഞ്ഞാൽ തന്നെ 100 രൂപ. പിന്നെ വഞ്ചിക്കും 100 രൂപ തന്നെ. ബോട്ട് നമ്മൾ പാർട്ടി ഗെറ്റ് ടുഗദർ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിക്കൂറിന് 2500 രൂപ വെച്ചിട്ടാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. അതിൽ ഫുഡൊക്കെ വേറെ സെപ്പറേറ്റ് ആണ്. അത് നിങ്ങൾ തന്നെ കൊണ്ടുവരാണെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് അതിന് എക്സ്ട്രാ ചാർജാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടിൽ ഇത് സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 3 വർഷമാവണം. അപ്പോൾ 3 വർഷത്തിനുള്ളിൽ കുഴപ്പമില്ല, എല്ലാവരും ഭയങ്കര എല്ലാ ആൾക്കാരും മെയിനായിട്ട് പറഞ്ഞ സംഭവത്തിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഷാപ്പും കൂടി ഉണ്ട്. ഫാമിലി പിന്നെ ഫാമിലിയും കൂടി വരുന്നത്, ലേഡീസൊക്കെ പോകുന്നുണ്ട്. പിന്നെ മൊത്തത്തിലൊരു വ്യൂ പോയിന്റ്. പിന്നെ ഞങ്ങളുടെ ഐലൻഡാണ്. ഐലൻഡിൽ ഒരു ഹട്ട് പണിതിട്ടുണ്ട്. ഒരു 30-35 പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു ഹട്ട്. അതിൽ കാലത്ത് 6 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ ഇരിക്കാം. പിന്നെ ഈവനിങ്ങിൽ നൈറ്റ് ഇല്ല, നൈറ്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 11 മണി വരെ കൊടുക്കണം. മൊത്തത്തിൽ അവിടെ റിസോർട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ? അത് റിസോർട്ട് പോലെ തന്നെയാണ്. പിന്നെ ചെറിയൊരു റിസോർട്ട് പോലെ ഉണ്ട് അവിടെ. അത് ഇവിടുത്തെ അതോ? അത് ഇവിടുത്തെ സാറിൻ്റെ കൂട്ടുകാരൻ്റെ. അല്ല, ഈ തൂക്കുപാലം വന്നിട്ട് പറ്റില്ല. 2012-2013 വർഷ കാലയളവിലാണ് ഇത് പണിത്. അതിനിടയിൽ ഇതിന് അറ്റകുറ്റി പണികളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് അത് പണിയുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെത് പലകയായിരുന്നു. പിന്നെ വണ്ടികളും അതായത് ബൈക്ക് അങ്ങനെയൊക്കെ ഓടിച്ചു കൊണ്ടുപോകണ കാരണം കൊണ്ട് അത് പൊളിഞ്ഞുകൊണ്ട് പിന്നെ അത് ഇതിലേയുള്ള പോക്ക് വരെ നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ വാർപ്പ് പോലെ ഇട്ടേക്കുകയാണ്. അതിന് ശേഷം പിന്നെ ബൈക്കുകൾ കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്ക് സൈക്കിളുകൾ കൊണ്ടുപോകാം. അങ്ങനെ ഒരു ഇതാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ഫ്രണ്ടിൽ ഡോറും വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആ വഴി വരുന്നവർക്ക് സ്റ്റെപ്പാണ് വെച്ചിട്ടുള്ളത്. അതുതന്നെ നമുക്ക് നടന്ന ആൾക്കാർക്ക് നടന്നു പോകുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്.
അപ്പോൾ ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇതാ കയാക്കിങ്ങിന് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഹൗസ് ബോട്ട് ഉണ്ട്. ഹൗസ് ബോട്ടിൽ നമുക്ക് പാട്ടൊക്കെ വെച്ച് ചില്ലാവും. എന്താ നിഷ്കുമായിട്ടിരിക്കുന്നു വർഷം കൂടി. യോ 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 ആവുമ്പോ നമ്മളത് കഴിച്ചു. അവരിങ്ങനെ വരുമ്പോൾ കളിച്ചാൻ കൊടുത്താൽ മതി. വരൂ, ആസ്വദിക്കൂ, എൻജോയ് ദിസ് മൊമെന്റ്. ഇതാണ് കേട്ടോ ബോട്ടുകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ബോട്ടുകൾ കയറി പോകാം, പൈസ കൊടുത്താൽ മാത്രം. രണ്ടാളും കിടുവായോ? രണ്ടാളും കിടുവോ? രണ്ടാളും കിടുവോ? ആ വലിയ ഹലോ, ഇതാണ് ഗൈസ് പെഡൽ ബോട്ട്. ഒരു കൊളോണി ടൂറിസ്റ്റാണ്. അവിടെ കുറച്ച് പ്രവാസികൾ കൂടി തുടങ്ങിയിട്ടുള്ളതാണ്. ഇവിടെ കയാക്കിങ്ങാണ് ഞങ്ങളവിടെ ആദ്യമായിട്ട് തുടങ്ങിയത്. പിന്നെ കടൽ ബോട്ടുണ്ട്, വഞ്ചിയുണ്ട്, പിന്നെ ആ വലിയ ബോട്ട്. ആ വലിയ ബോട്ട് എന്ന് പറയുന്നത് വെച്ചാൽ അത് 100% സോളാറിൽ വർക്ക് ചെയ്യുന്ന ബോട്ട്. 100% അത് കേരളത്തിൽ പ്രൈവറ്റ് മേഖലയിലത്തെ ആദ്യത്തെ ബോട്ടാണത്. 100% സൂര്യപ്രകാശത്തിൽ വർക്ക് ചെയ്യുന്ന ബോട്ടാണ്. സൂര്യപ്രകാശം ഇല്ലെങ്കിൽ തന്നെ ഒരു 5 മണിക്കൂർ ഓടാനുള്ള ബാറ്ററി ബാക്കപ്പ് അതിനുണ്ട്. പിന്നെ കുറേ സേഫ്റ്റി ഫീച്ചർ നോക്കുകയാണെന്ന് വെച്ചാൽ സേഫ്റ്റി കൂടുതലാണ് ആ ബോട്ടിന്. അതായത് കറ്റാമറൈൻ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ബോട്ടാണ്. അതിൻ്റെ 2 ഹള്ളാണ് അതിനുള്ളത്. സാധാരണ ബോട്ടിലൊക്കെ അടിഭാഗം 1 ഹള്ളുണ്ട്, അത് 2 ഹള്ളാണ്. ബാലൻസ് ചെയ്യും, എല്ലാവരും സൈഡിലേക്ക് വന്നത് മറയുന്നത്. അതാണ് സേഫ്റ്റി. വഞ്ചി പെഡൽ ബോട്ട് കയാക്കി, ഇത് 3 ഞങ്ങൾ നിർബന്ധമായിട്ട് ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ച് കയറണം. കമ്പൽസറി ആണ് അത്. കുറച്ച് റിസ്ക്കുള്ളതാണ്. അത് കമ്പൽസറി ആയിട്ട് ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ച് കയറണം. ബോട്ടിൽ ലൈഫ് ജാക്കറ്റ് ഉണ്ട്, നിങ്ങളുടെ കയ്യെത്താവുന്ന ദൂരത്തിൽ ധരിക്കാൻ നിർബന്ധിക്കാറില്ല. താല്പര്യമുള്ളവർക്ക് ധരിച്ചിരിക്കാം. അത് സേഫ്റ്റി ഏറ്റവും കൂടുതലുള്ള ബോട്ടാണ്. കയാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയാക്ക് 3 ടൈപ്പ് കയാക്കുണ്ടാവും. 2 പേർക്ക് ഇരിക്കാവുന്നതുണ്ട്, 2 പേർക്ക് ഒരു കുട്ടിക്ക് ഇരിക്കാവുന്നതുണ്ട്, അതുപോലെ ഒരാൾക്ക് മാത്രം പോകാവുന്ന കയാക്ക്. 3 ടൈപ്പുണ്ട്. ഫൈബറിൻ്റെ ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ 2 ടൈപ്പുണ്ട്. ഈ കയാക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മുങ്ങില്ല, അത് മറിയില്ല. നിങ്ങളായിട്ട് എന്തെങ്കിലും അഭ്യാസം കാണിച്ച് മറിക്കണം, അല്ലെങ്കിൽ മറിയും, എന്നാലും മറിയുള്ളൂ. മുങ്ങെന്ന് വെച്ചാൽ അത് ഒരിക്കലും മുങ്ങില്ല. പിന്നെ ലൈഫ് ജാക്കറ്റ് നിങ്ങളുടെ ശരീരത്തിലുള്ളിടത്തോളം കാലം സേഫാണ്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ഒരാളെ എങ്ങനെ കയറ്റാം, അവരിറക്കാം, അങ്ങനെ തുഴയാൻ പഠിപ്പിക്കാം. അതുപോലെ വെള്ളത്തിൽ വീണാൽ പോലും ഒരാളെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പോലും ട്രെയിനിങ് അതൊക്കെ നിർബന്ധമാണ്. ഇത് കമ്പൽസറിയാണ്. തുടങ്ങുന്നത് ലൈസൻസ് എടുക്കാൻ വെച്ചാൽ കമ്പൽസറിയാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഇതുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ കനോലി കനാലും വളരെ സുന്ദരമാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ ഒരു കൃഷ്ണ ശ്രീരാമക്ഷേത്രമുണ്ട്. ഇതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ വരികയാണെന്ന് വെച്ചാൽ നമ്മളെല്ലാവിധ സേഫ്റ്റിയോടും നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് ഈ ചെമ്മോട്ടിൽ കണ്ടത്. അവിടെ കനോലി പ്ലേസ് എന്ന് പറഞ്ഞാൽ പക്ഷെ അത് നിർബന്ധിച്ച് കയറ്റി അവർ ഇറങ്ങി വരുമ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് നല്ലൊരു
അനുഭവമാണ് കിട്ടിയത്. കാരണം അത് സേഫാണ്, കാരണം അറിയാൻ തിരിയാൻ അങ്ങനെയൊന്നുമില്ല. നിങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നം കാണിക്കുമ്പോൾ പിന്നെ ലൈഫ് ജാക്കറ്റ് നിങ്ങളുടെ ശരീരത്തിൽ പുറത്തുള്ള ഒന്നും പേടിക്കാനില്ല. ഒന്ന് കയറി നോക്ക്, പേടിച്ചാണ് നമുക്ക് തിരിച്ചറിയാം. അല്ലേ തമാശ പറഞ്ഞല്ല, അല്ല നിങ്ങളിപ്പോൾ നിർബന്ധിച്ച് പോണ്ട അതിന് നമുക്ക് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് എന്തായാലും ഇവിടേക്ക് കയറാണ്ട് വെക്കൂലല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരാം. ഇവിടെ സൂപ്പർ പ്ലേസ് ആണ്. അപ്പം നമുക്ക് കള്ള് ഷാപ്പിൽ കയറി ചില്ലായിട്ട് ഒക്കെ പോവാം. ചിക്കൻ നല്ല കണ്ണൂട്ടും പിന്നെ ഫുഡ് കക്കർച്ചി, പോർക്ക്, ബീഫ്, കൊള്ളി, ഈ കൊള്ളി എന്നിട്ട് കപ്പ, കടലക്കറി, കാടമുട്ട റോസ്റ്റ്, പിന്നെ മീൻ വറുത്തത്. അത് സൺഡേസ് മാത്രമാണോ ഉള്ളത്? സൺഡേസ് അധികം ഉണ്ടാവുള്ളൂ, സാധാരണ ചെറുതായിട്ട് കുറവാണ്. എങ്ങനെയാണ് ടൂറിസ്റ്റുകാരാണോ കൂടുതൽ? ടൂറിസ്റ്റ് വരവാരാണ് ഇപ്പോൾ അധികം വരുന്നത്. അതെ, കുറവാണ്. നിങ്ങളുടെ പുഴയോരം ബോട്ട് സർവീസ് രാവിലെ ഒരു 6 മണി തൊട്ടിട്ട് വൈകിട്ട് ഒരു 6:30 വരെ നമ്മൾ കിട്ടും. കയാക്കിങ്ങിൽ ഡബിളായിട്ടും സിംഗിളായിട്ട് പോകുന്നതുണ്ട്, നടുവിൽ കുട്ടികൾ വയ്ക്കുന്ന ടൈപ്പ് ഉണ്ട്. അതിലൊക്കെ കയാക്കിങ്ങിന് 100 രൂപ വരാം, വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാം. പിന്നെ പെഡൽ ബോട്ടുണ്ട്, പെഡൽ ബോട്ടും വഞ്ചിയുണ്ട്. അതിലൊക്കെ ഒരാൾക്ക് 50 രൂപ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ എല്ലാ ദിവസവും ബുക്കിംഗ് ഉണ്ട്. ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് ഏൽപ്പിച്ചു കൊടുക്കും. കുറേ പേരൊക്കെ കൂടി വരികയാണെങ്കിൽ നമുക്കവിടെ ഒരു റെസ്റ്റ് പ്ലേസ് ഉണ്ട്. എങ്ങനെ തിരക്കുണ്ടോ? അപ്പോൾ മുടക്ക് ദിവസം നല്ല തിരക്കാണ്, ബുക്കിംഗ് ആണ്. ഞങ്ങളുടെ കാർഡ് രജിസ്റ്റർ ലിങ്ക് ഉണ്ട്, ഒരു ബുക്കിംഗ് നമ്പർ ഉണ്ട്. ചേട്ടൻ്റെ പേര് ജഗദീഷ് എന്നാണ്. അപ്പം എങ്ങനെ എന്തൊരു എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരിക, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.